സെൻഫ്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഐഷ ഷെബീബ്. പ്രധാന വാർത്തകൾ. വീറോടെ വാശിയോടെ ജനാധിപത്യത്തിന്റെ പാഠമറിഞ്ഞ് സെൻഫ്രൻസ് യു പി സ്കൂളിൽ ലീഡർ തെരഞ്ഞെടുപ്പ്. ശാസ്ത്ര വിസ്മയം സൃഷ്ടിച്ച് ശാസ്ത്ര ക്ലബ് ഉദ്ഘാടനം. റാബിസ് ബോധവൽക്കരണവുമായി സെൻഫ്രൻസ് യു പി സ്കൂൾ. ബഷീർ സ്മരണങ്ങൾ ഉണർത്തി കഥാപാത്രങ്ങൾക്ക് ദൃശ്യാവിഷ്കാരം. വൈവിധ്യമാർന്ന മത്സരങ്ങളുമായി വായനാ പക്ഷാചാരണം. വാർത്തകൾ വിശദമായി. പൊതു തിരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉണർത്തി ജൂലൈ 2 സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. ഇത്തവണ 10 സ്ഥാനാർത്ഥികളാണ് ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇലക്ഷൻ വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പിൻവലിക്കൽ, പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, സ്ഥാനാർത്ഥികളുടെ ഇലക്ഷൻ ക്യാമ്പിംഗ്, പ്രചാരണ കൊട്ടിക്കലാശം, നിശബ്ദ പ്രചാരണം തുടങ്ങിയ ജനാധിപത്യ പ്രക്രിയകളിലൂടെ വിദ്യാർത്ഥികൾ കടന്നുപോയി. തുടർന്ന് ജൂലൈ 2 നടന്ന ഫലപ്രഖ്യാപനത്തിൽ സ്കൂൾ ലീഡർമാരായി അഫിദ റുക്കിയ, അമീൻ ഷാ അൻസാർ, മുഹമ്മദ് ഫസൽ റഹ്മാൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂലൈ 4 പതിമുഖം കൊണ്ടുള്ള ശാസ്ത്ര മാജിക് പ്രദർശിപ്പിച്ച് ശാസ്ത്ര ക്ലബ് ഉദ്ഘാടനം നടത്തി. ശാസ്ത്ര അധ്യാപികമാരായ ലിജി ടീച്ചർ, ബിജി ടീച്ചർ എന്നിവർ ഉദ്ഘാടന പരിപാടികൾക്ക് നേതൃത്വം നൽകി. 30 പേവിഷബാധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സിജി ടീച്ചറുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും അസംബ്ലിയിൽ പേവിഷബാധക്കെതിരെ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. റാബീസ് രോഗബാധ മാരകമാണെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷകളെ കുറിച്ചും പേവിഷബാധക്കെതിരെ പ്രതിരോധ വാക്സിനുകൾ എടുക്കണമെന്നുള്ള അവബോധം സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിച്ചു. ജൂലൈ 5 ബഷീർ അനുസ്മരണ ദിനത്തിൽ ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പുനരാവിഷ്കാരം വിദ്യാർത്ഥികൾക്ക് വേറിട്ടൊരനുഭവം സമ്മാനിച്ചു. ബഷീർ കൃതികളെ തൊട്ടറിയാനും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ നേർസാക്ഷികളാകാനും ഈ ദിനാചരണത്തിലൂടെ സാധ്യമായി. കൂടാതെ അന്നേ ദിവസം ബഷീർ ദിന ക്വിസും നടത്തി. വായനാ പക്ഷാചരണത്തിനോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളുടെ സമ്മാന വിതരണം പ്രധാന അധ്യാപിക ബിജി ടീച്ചർ നിർവഹിച്ചു. ചിത്രരചനാ മത്സരത്തിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഫാത്തിമ മെഹ്വിഷ് 1ാം സ്ഥാനവും ഫാത്തിമ മിൻഹ 2ാം സ്ഥാനവും നേടി. ഓൺലൈൻ മത്സരങ്ങളിൽ കഥാവായന 5ാം ക്ലാസ്സിലെ ഫൈസ ഫൈസൽ, സാഹിത്യകാരനെ പരിചയപ്പെടൽ 6ാം ക്ലാസ്സിലെ മാളവിക MS, പുസ്തകാസ്വാദനം 7ാം ക്ലാസ്സിലെ ശ്രീനന്ദ എന്നിവർ സമ്മാനാർഹരായി. വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.